മൂന്നാം ക്ലാസ്സിലെ താരീഖിലെ 11ാമത്തെ പാഠം നോക്കൂ. പാഠം 11 വഹിയിൻ്റെ തുടക്കം. നബിമാർക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങൾക്കാണ് വഹി എന്ന് പറയുന്നത്. നമുക്ക് പാഠം നോക്കാം. നബിതങ്ങൾ വളർന്നത് തിന്മകൾ കൊണ്ട് ഇരുളടഞ്ഞ കാലഘട്ടത്തിലായിരുന്നു. തിന്മകൾ കൊണ്ട് നിറഞ്ഞ കാലഘട്ടത്തിലാണ് നബിതങ്ങൾ വളർന്നത്. അക്രമം, അനീതി, ബിംബാരാധന, മദ്യപാനം, ചൂതാട്ടം എന്നിവ അതിൽ ചിലതാണ്. അക്രമം, ആരെയും എപ്പോൾ വേണമെങ്കിലും കൊലപ്പെടുത്താം. അതുപോലെ ബിംബാരാധന, ബിംബങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു. മദ്യപാനം, കള്ളുകുടി മുതലായവ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. ചൂതാട്ടം എന്നാൽ പൈസ വെച്ച് കളിക്കുന്ന ഒരു കളിയാണ്. അതിൽ വിജയിക്കുന്ന ആൾക്ക് ആ പൈസ മുഴുവനായിട്ട് ലഭിക്കും, മറ്റുള്ളവർക്ക് അത് നഷ്ടപ്പെടും. അങ്ങനെ ചൂതാട്ടം, പണം വെച്ച് കളിക്കുന്ന ഒരു കളി എന്നിവ അതിൽ ചിലതാണ്. ഇതൊക്കെ അന്നുണ്ടായിരുന്ന തിന്മകളിൽ ചിലതാണ്. നബിതങ്ങൾ ചെറുപ്പം മുതൽ തന്നെ ഇതിൽ നിന്നെല്ലാം വിട്ടുനിന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുപ്പം മുതൽ ഇതിൽ നിന്നെല്ലാം വിട്ടുനിന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വത്തിന്റെ സൂചകമായി ചില അത്ഭുതങ്ങൾ അനുഭവപ്പെടാൻ തുടങ്ങി. പ്രവാചകത്വത്തിന്റെ സൂചകമായി, നബിയാകുന്നതിന്റെ സൂചനയായി ചില അത്ഭുതങ്ങൾ നബിതങ്ങൾക്ക് ഉണ്ടാവാൻ തുടങ്ങി. അതിലൊന്നാമത്തെ ശക്തിയായ പ്രകാശം കാണുക. ശക്തിയായ പ്രകാശം നബിതങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാമായിരുന്നു. കല്ലുകൾ, മരങ്ങൾ മുതലായവ നബിയോട് സംസാരിക്കുക. നുബുവത്തിന്റെ അടുപ്പിച്ച്, അതായത് നബിതങ്ങൾക്ക് 40 വയസ്സിനോടടുക്കും തോറും കല്ലുകൾ, മരങ്ങൾ മുതലായവ നബിയോട് സംസാരിക്കുമായിരുന്നു. ചില അശരീരികൾ കേൾക്കുക. നബിതങ്ങൾ പല അശരീരികളും കേൾക്കുമായിരുന്നു. പല സ്വപ്നങ്ങളും കാണുക. പല സ്വപ്നങ്ങളും നബിതങ്ങൾ കാണുമായിരുന്നു. കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുക. കണ്ട സ്വപ്നങ്ങൾ അതേപോലെ സംഭവിക്കുമായിരുന്നു. നബിതങ്ങൾ പല സ്വപ്നങ്ങളും കാണുമായിരുന്നു, അത് അതുപോലെ സംഭവിക്കുമായിരുന്നു. എന്നിവ അവയിൽ ചിലതാണ്. ഇതെല്ലാം നബിതങ്ങൾക്ക് പ്രവാചകത്വത്തിന്റെ സൂചകമായി ഉണ്ടായ അത്ഭുതങ്ങളിൽ ചിലതാണ്. അതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏകാന്തവാസം ഇഷ്ടമായി. ഈ അത്ഭുതങ്ങളെല്ലാം സംഭവിക്കാൻ തുടങ്ങിയപ്പോൾ നബിതങ്ങൾക്ക് ഏകാന്തവാസം, ഈ തിന്മകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ഏകാന്തമായി ഇരിക്കാൻ ഇഷ്ടമായി. അതിനാൽ ജബലുന്നൂറിലെ ഹിറാ ഗുഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തെരഞ്ഞെടുത്തു. നബിതങ്ങൾ ഏകാന്തമായി ഇരിക്കാൻ വേണ്ടി ജബലുന്നൂർ പർവ്വതത്തിലെ, മക്കയിലുള്ള ജബലുന്നൂർ പർവ്വതത്തിലെ ഹിറാ ഗുഹ, അവിടെയുള്ള ഒരു ഗുഹയാണ് ഹിറാ ഗുഹ. ആ ഗുഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തെരഞ്ഞെടുത്തു. പരിശുദ്ധ കഅബയുടെ കിഴക്കായി ഏകദേശം 6 കിലോമീറ്റർ അകലെ ഉയർന്നു നിൽക്കുന്ന മലയാണ് ജബലുന്നൂർ. ജബലുന്നൂർ എന്ന മല പരിശുദ്ധ കഅബയുടെ കിഴക്കായി, കഅബയുടെ കിഴക്കുഭാഗത്തായി 6 കിലോമീറ്റർ അകലെ, കഅബയിൽ നിന്നും 6 കിലോമീറ്റർ അകലെയായി ഉയർന്നു നിൽക്കുന്ന ഒരു മലയാണ് ജബലുന്നൂർ എന്ന മല. അതിൻ്റെ ഏറ്റവും മുകളിലാണ് ഹിറാ ഗുഹ ഉള്ളത്. ജബലുന്നൂർ എന്ന മലയുടെ ഏറ്റവും മുകളിലാണ് ഹിറാ ഗുഹ ഉള്ളത്. അവിടെ നിന്ന് നോക്കിയാൽ കഅബ കാണാവുന്നതാണ്. ഹിറാ ഗുഹയിൽ നിന്നും നോക്കിയാൽ പരിശുദ്ധ കഅബ കാണാം. സാധാരണ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരിടമായിരുന്നു അത്. സാധാരണ ജനങ്ങളുടെ ഒന്നും ശ്രദ്ധയിൽപ്പെടാത്ത ഒരു സ്ഥലത്താണ് നബിതങ്ങൾ ഏകാന്തവാസത്തിനു വേണ്ടി തെരഞ്ഞെടുത്ത ഹിറാ ഗുഹ. മക്കയിൽ പോകുന്നവർ ആ ഗുഹ സന്ദർശിക്കാറുണ്ട്. ഈ ഗുഹയിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായി വഹി ഇറങ്ങിയത്. ഈ ഗുഹയിൽ വെച്ചാണ് നബി തങ്ങൾക്ക് ആദ്യമായി വഹി ഇറങ്ങിയത്. പരിശുദ്ധ കഅബയുടെ കിഴക്കുഭാഗത്തായി 6 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ജബലുന്നൂറിലെ ഏറ്റവും മുകളിലുള്ള ഹിറാ ഗുഹയിൽ നബിതങ്ങൾ ഏകാന്തവാസം, അതായത് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോഴാണ്
നബി തങ്ങൾക്ക് ആദ്യമായി വഹി അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം ഇറങ്ങിയത്? ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് പഠന പ്രവർത്തനങ്ങൾ നോക്കാം. 1. ഉത്തരം പറയാം. അതിൽ ഒന്നാമത്തെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്ന കാലഘട്ടം എങ്ങനെയുള്ളതായിരുന്നു? ഉത്തരം, നബി തങ്ങൾ വളർന്നത് തിന്മകൾ കൊണ്ട് ഇരുളടഞ്ഞ കാലഘട്ടത്തിലായിരുന്നു. തിന്മകൾ കൊണ്ട് ഇരുളടഞ്ഞ കാലഘട്ടത്തിലായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർന്ന കാലത്തുണ്ടായിരുന്ന തിന്മകൾ ഏവ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർന്ന കാലത്തുണ്ടായിരുന്ന തിന്മകൾ. അതിന്റെ ഉത്തരം അക്രമം, അനീതി, ബിംബാരാധന, മദ്യപാനം, ചൂതാട്ടം. അക്രമം, അനീതി, ബിംബാരാധന, മദ്യപാനം, ചൂതാട്ടം. മൂന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യം വഹി ഇറങ്ങിയ സ്ഥലം ഏത്? അതിന്റെ ഉത്തരം ജബലുൻ നൂറിലെ ഹിറാ ഗുഹ. അതിന്റെ ഉത്തരം എഴുതേണ്ടത് ജബലുൻ നൂറിലെ ഹിറാ ഗുഹ. അടുത്ത ചോദ്യം നാലാമത്തെ, ജബലുൻ നൂർ എവിടെ സ്ഥിതി ചെയ്യുന്നു? ജബലുൻ നൂർ എവിടെ സ്ഥിതി ചെയ്യുന്നു? അതിന്റെ ഉത്തരം പരിശുദ്ധ കഅബയുടെ കിഴക്കായി ഏകദേശം 6 കിലോമീറ്റർ അകലെ ഉയർന്നു നിൽക്കുന്ന മലയാണ് ജബലുൻ നൂർ. പരിശുദ്ധ കഅബയുടെ കിഴക്കായി ഏകദേശം 6 കിലോമീറ്റർ അകലെ ഉയർന്നു നിൽക്കുന്ന മലയാണ് ജബലുൻ നൂർ. അടുത്ത ചോദ്യം വ്യക്തമാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അനുഭവപ്പെട്ട അത്ഭുത സംഭവങ്ങൾ. അതിൻ്റെ ഉത്തരം ഒന്നാമത്തെ, ശക്തിയായ പ്രകാശം കാണുക. 2, കല്ലുകൾ, മരങ്ങൾ മുതലായവ നബിയോട് സംസാരിക്കുക. 3, ചില അശരീരികൾ കേൾക്കുക. 4, പല സ്വപ്നങ്ങളും കാണുക. 5, കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുക. ഈ 5 കാര്യങ്ങൾ വൃത്തിയായി എഴുതുക. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 3ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.